മാധ്യമങ്ങൾ അരങ്ങുവാഴുന്ന കാലത്ത് വായന മരിച്ചു എന്ന് വിചാരിക്കുന്നവർക്ക് നേർചിത്രമായി രണ്ട് വ്യക്തിത്വങ്ങളെ പരിചയപ്പെടാം. 90-ാം വയസ്സിലും എഴുത്തിലും വായനയിലും യൗവനം സൂക്ഷിക്കുന്ന ചെങ്ങന്നൂർ വെൺമണി സ്വദേശി സരോജിനി ഉണ്ണിത്താനും വായനയുടെ വളർച്ചയ്ക്ക് വേണ്ടി സ്വന്തം ഭൂമിയിൽ ലൈബ്രറി നിർമ്മിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത പത്തനംതിട്ട മെഴിവേലി സ്വദേശിയും സാഹിത്യകാരനുമായ ബാലചന്ദ്രൻ ഇഷാരയുമാണ് തങ്ങളുടെ വായനാനുഭവങ്ങൾ കേരള വിഷനുമായി പങ്കുവയ്ക്കുന്നത്. ഒരു വായനാ ദിനം കൂടി കടന്നു പോവുകയാണ്. ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളുടെ കടന്നുകയറ്റത്തിലും വായന ജീവിക്കുന്നുള്ള രണ്ട് ബഹുമുഖ പ്രതിഭകളെയാണ് ഞങ്ങൾ കേരള വിഷൻ പരിചയപ്പെടുത്തുന്നത്. ജൂൺ 24-ന് 90 വയസ്സ് തികയുന്ന വെൺമണി സ്വദേശി സരോജിനി ഉണ്ണിത്താൻ വിവർത്തകയായും എഴുത്തുകാരിയായും നോവലിസ്റ്റായും ഒക്കെ അറിയപ്പെടുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഒട്ടേറെ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള സരോജിനി ഉണ്ണിത്താനും സ്വന്തമായി വീടിൻ്റെ മുറ്റത്ത് ലൈബ്രറി സാധാരണക്കാരന് വേണ്ടിയും വായനക്കാർക്ക് വേണ്ടിയും ഒരുക്കിയിട്ടുള്ള ബാലചന്ദ്രൻ ഇഷാര, മുൻപ് മാധ്യമങ്ങളിലും മാതൃഭൂമിയിലും കൗമുദിയിലും ഒക്കെ ധ്രുവൻ എന്ന പേരിൽ എഴുതിയിട്ടുള്ള ബാലചന്ദ്രൻ ഇഷാരയാണ് ഈ വായനാ ദിനത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത്. നമുക്ക് ആദ്യമായി സരോജിനി ഉണ്ണിത്താനോട് നമുക്ക് ചോദിക്കാം. പ്രത്യേകിച്ച് ഒറീസ ഭാഷയിലും ബംഗാളി ഭാഷയിലുള്ള നിരവധി പ്രമുഖരുടെ കൃതികളൊക്കെ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്തിട്ടുള്ള അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. ഈ 90 വയസ്സിലും ഇപ്പോഴും നോവലിന്റെ തിരക്കിലാണ്. വായനാ ദിനം എങ്ങനെയാണ് ഓർമ്മിച്ചെടുക്കുന്നത്? വായനാ ദിനം ഓർമ്മിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ PN പണിക്കരയുടെ സ്മരണ ദിനമാണല്ലോ അന്ന്. PN പണിക്കരെ ഓർക്കുമ്പോഴൊക്കെ വായനയും ഓർക്കും. അദ്ദേഹം ഒരു കർമ്മയോഗിയായിരുന്നു. മലയാളത്തിലെ അപൂർവമാണ് ഈ അന്യഭാഷകളൊക്കെ തർജ്ജമ ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഒറീസ ഭാഷയൊക്കെ. എങ്ങനെയൊക്കെയാണ് അവരുടെ ആ ഒരു തർജ്ജമയിലേക്ക് എത്തിയത്? ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അന്യഭാഷാധിയിൽ ആണ്ടാണ്ട് മുങ്ങിയ ധന്യരെ നിങ്ങൾ തൻ വേലവാഴിൽ മാൽവട്ട് അതിൽ നിന്ന് ഉപാർജിച്ച രത്നങ്ങൾ മാതാവിനായി സമർപ്പിയായി. അന്നേരം എനിക്ക് ശരിക്കത് കിട്ടിയില്ല, ഇപ്പോഴത് കിട്ടിയത്. അത് എന്നാണ് നമ്മുടെ വള്ളത്തോൾ പറഞ്ഞിരിക്കുന്നത്. അത് ഓർത്തപ്പോൾ ഏതായാലും ഇതെല്ലാം വായിച്ചു, എന്നാൽ ഇത് നമുക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കളയാം എന്നൊരു തോന്നലും ഉണ്ടായി. കാരണം ഈ വള്ളത്തോളിൻ്റെ കവിതകൾ ചെറുപ്പം പോലെ ഞാൻ വായിക്കുമായിരുന്നു. വായിക്കാനൊരു കാരണമുണ്ട്. അവിടെ വെച്ച് ഞങ്ങൾക്ക് അന്ന് അതിലൊക്കെ ഇദ്ദേഹമുണ്ട്. കേരള സാംസ്കാരിക സമിതി എന്നൊരു സമിതി ഉണ്ടായിരുന്നു ഒറീസയിൽ വെച്ച്. അപ്പോൾ ആ സമിതിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും മത്സരങ്ങൾ നടക്കും, കഥാ കവിത ലേഖനം. ഒരു തവണ 3നും എനിക്ക് തന്നെ കിട്ടി, ഒറീസയിൽ വെച്ച്. അപ്പോൾ അന്ന് എനിക്ക് സമ്മാനമായിട്ട് കിട്ടിയത് ഒരു വള്ളത്തോളിന്റെ 10 പുസ്തകങ്ങൾ ഒരു വോളിയമാണ് കിട്ടിയത്. ആ വോളിയത്തിലെ മിക്കവാറും കവിതകൾ ഞാൻ ഇടയ്ക്കിടയ്ക്കിരുന്ന് വായിക്കുമായിരുന്നു. നമ്മുടെ ഈ വിവർത്തനങ്ങളൊക്കെ മലയാളത്തിലെ ഏത് പബ്ലിഷറൊക്കെയാണ് എടുത്തിട്ടുള്ളത്? പബ്ലിഷർ എടുത്തിട്ടുള്ളത് DC ബുക്സ് ആണ് കൂടുതൽ നോവലുകൾ എടുത്തത്. പിന്നെ വരെ നമ്മുടെ പൂർണ്ണ പബ്ലിക്കേഷൻസ് ഇറക്കി. പിന്നെ ഇപ്പൊ പരിധി, തിരുവനന്തപുരത്തൊരു പരിധി പബ്ലിക്കേഷൻ ഉണ്ട്. ഈ വിവർത്തനത്തിന്റെ ഒക്കെ ഫലമായിട്ടാണല്ലോ സാംസ്കാരിക വകുപ്പ് എന്ത് അവാർഡാണ്? അതാണ് വിവർത്തന രത്ന പുരസ്കാരം. പ്രഭാവർമ്മയല്ലേ? പ്രഭാവർമ്മ എന്നല്ല പറഞ്ഞത്, പ്രഭാവർമ്മയായിട്ട് പരിചയമുണ്ട്. എന്റെ പുസ്തകങ്ങളൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുറെ പുസ്തകങ്ങൾ എന്റെ കയ്യിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹം മറ്റോ ശുപാർശ ചെയ്തോന്ന് എനിക്കറിയില്ല. ഈ ഇലക്ട്രോണിക്സ് മാധ്യമങ്ങളുടെ ഇടയിലെ വായന മരിച്ചു പോകുന്നെന്നും പറയുമ്പോഴും സ്വന്തമായി വീടിന്റെ മുറ്റത്തൊരു വായനശാല നിർമ്മിച്ചു കൊടുക്കുകയും അത് പൊതുജനങ്ങൾക്കായി കൊടുക്കുക, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വികാരം? അല്ല, വായനയിലൂടെ മാത്രമേ വളർച്ച ഉണ്ടാകത്തുള്ളൂ. പ്രത്യേകിച്ച് മാനസിക വളർച്ച ഉണ്ടാകുന്ന വായന വേണം. അപ്പോൾ അതിനെ വായിക്കണമെങ്കിൽ നമുക്ക് നല്ല ലൈബ്രറികൾ ഉണ്ടാകണം. സ്വന്തമായിട്ട് ഇന്നത്തെ കാലത്ത് ഒരു ലൈബ്രറി തുടങ്ങുക എന്നുള്ള വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് വായിക്കാൻ കഴിയുമെങ്കിൽ വായിക്കട്ടെ എന്നുള്ള അർത്ഥത്തിൽ എൻ്റെ കയ്യിൽ കുറേയേറെ ബുക്കുകൾ ഉണ്ടായിരുന്നു. 1000-ലേറെ ബുക്കുകൾ എൻ്റെ കൈവശം തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ ചേർത്ത് ഞാൻ മറ്റുള്ള എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് നിന്നൊക്കെ ബുക്ക് കളക്ട് ചെയ്തിട്ടാണ് ഈ വായനശാല തുടങ്ങിയത്. ഇപ്പൊ എങ്ങനെയാണ് രണ്ടുപേരും സമകാലികനാകുന്നത്? ഞാൻ 1965 റൂർക്കൽ സ്റ്റീൽ പ്ലാന്റ് ജോലിക്ക് കയറുന്നത്. 65 തന്നെ ഞാൻ ചേച്ചിയെ പരിചയപ്പെട്ടു. ചേച്ചി അന്ന് എഴുത്തുകാരിയാണ്.
എനിക്കും എഴുത്തിനോട് താല്പര്യമുള്ളത് കൊണ്ടായിരിക്കണം ഞങ്ങൾ തമ്മിൽ എത്രയോ ഒരു അടുപ്പം ഉണ്ടായത്. അതുകൂടാതെ ചേച്ചിയുടെ അനിയത്തിയുടെ ഭർത്താവ്, അത് അന്ന് അനിയത്തിയുടെ ഭർത്താവല്ല, ഗൗതമൻ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരുണ്ടായിരുന്നു. പുള്ളി എൻ്റെ സുഹൃത്താണ്. അപ്പോൾ അന്ന് റൂർക്കലിൽ നിന്ന് എഴുതുന്ന എഴുത്തുകാർ 3 പേരുണ്ടായിരുന്നു. ചേച്ചിയാണെന്ന് ഏറ്റവും കൂടുതൽ എഴുതിക്കൊണ്ടിരുന്നത്. അടുത്തത് ഗൗതമനായിരുന്നു. പിന്നെ ഞാൻ എഴുത്ത് തുടങ്ങിയത്. ഇവർക്ക് രണ്ടിനും ശേഷമാണ് ഞാൻ എഴുത്ത് തുടങ്ങിയത്. അങ്ങനെ ആ എഴുത്തിലൂടെ ഞങ്ങൾ പരിചയപ്പെട്ടു. പിന്നെ ഞങ്ങൾക്ക് അവിടെ സാംസ്കാരിക സംഘടനകൾ ഉണ്ടായിരുന്നു. ആ സംഘടനയും പിന്നീടുള്ള അവിടുത്തെ നീണ്ടകാലത്തെ പ്രവർത്തനത്തിൽ മുഴുവൻ ഞങ്ങൾ ഒരുമിച്ച് പങ്കാളികളായി. അതിനേക്കാൾ ഉപരി ഞാൻ ചേച്ചിയുടെ ഒരു കുടുംബ സുഹൃത്തായിട്ട് ഞാൻ മാറി. വായനാ ദിനത്തിലെ കാണുന്ന പ്രേക്ഷകരോടൊക്കെ എന്താണ് പറയാനുള്ളത്? വളർന്നു വരുന്ന തലമുറയോട് പറയാനുള്ളത്, നിങ്ങൾ വായിക്കണം. കാരണം വായന കൊണ്ടേ നമ്മുടെ മനസ്സ് വികാസം പ്രാപിക്കുകയുള്ളൂ. അല്ലെങ്കിൽ സങ്കുചിതമായി പോകും മനസ്സ്. ഇപ്പൊ TN ജയചന്ദ്രൻ സാറിൻ്റെ അവിടെ നിന്ന് വിളി വന്നു. TN ജയചന്ദ്രൻ സാറ് പിന്നെ റിട്ടയർ ആയതിനു ശേഷമായിരിക്കണം അവിടെ തിരുവനന്തപുരത്ത് വായന എന്നൊരു സംഘടന തുടങ്ങി. ഇപ്പൊ അത് വായന കൂട്ടായ്മ എന്നാണ് അറിയപ്പെടുന്നത്. അന്ന് വായന എന്ന് മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ അതിൽ വെച്ച് ആണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അവിടെ എൻ്റെ ഒരു കുറച്ച് പുസ്തകങ്ങൾ വായനയ്ക്ക് ചർച്ചയ്ക്ക് കൊടുത്തു. ചർച്ച മാത്രമേ ഉള്ളൂ. എഴുത്തുകാരെയും വിളിക്കും. ചർച്ച അവരുടെ സാന്നിധ്യത്തിലെ ചർച്ച ചെയ്യത്തുള്ളൂ. അപ്പൊ അങ്ങനെ അവിടെ പോയപ്പോഴാണ് അവിടെ വെച്ച് എന്നെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം എന്നെ കണ്ടതിൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു, ഞാൻ കുങ്കുമത്തിലൊക്കെ ധാരാളം കഥകൾ വായിച്ചിട്ടുണ്ട്, നല്ല കഥകളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. അപ്പം 90-ാമത്തെ വയസ്സിലും ഇപ്പോഴും നോവലിലും എഴുത്തിലും തർജ്ജമയിലൊക്കെ സജീവമാകുന്ന സരോജിനി ഉണ്ണിത്താനും സ്വന്തം വീട്ടുമുറ്റത്ത് പൊതുജനങ്ങൾക്ക് വേണ്ടി ലൈബ്രറി നിർമ്മിക്കുകയും ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ശേഖരിക്കുകയും ചെയ്ത ബാലചന്ദ്രൻ ഇഷാരിയുമാണ് ഈ വായനാ ദിനത്തിൽ നമുക്ക് സമൂഹത്തിന് വെളിച്ചമുള്ള അക്ഷരജ്വാലയായി കണ്ണാടിയായി മാറുന്നത്. ഈ പ്രവർത്തനങ്ങളൊക്കെ വരും തലമുറ ഇലക്ട്രോണിക്സ് മാധ്യമങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഏറ്റെടുക്കണം എന്നാണ് ഇരുവരുടെയും ആവശ്യം. കേരള വിഷൻ ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.